ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ബാധിച്ച ഏറ്റവും വലിയ കുറവുകളിലൊന്നാണ് മ്യൂസിക് കേൾക്കാൻ. മ്യൂസിക് ഒരാളുടെ ഹൃദയത്തിലുണ്ടോ, അത് അവൻ്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ എങ്കിൽ ഖുർആൻ അവനിൽ സ്വാധീനം ചെലുത്തുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാർ? അതിൽ മുങ്ങിപ്പോയ ആൾക്കാർ കണ്ണടച്ച് കേൾക്കുന്നു, അവരുടെ കാലിളകുന്നു, കൈയിളകുന്നു. മ്യൂസിക് അതിനനുസരിച്ച് അവൻ്റെ മുഖത്ത് ഭാവങ്ങൾ വ്യത്യാസപ്പെടുന്നു, അവന് സന്തോഷിക്കുന്നു, കരയുന്നു. സംഗീതം ആളുകളെ ബാധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട്. ഷെയ്ത്താനിൻ്റെ ഈ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു ഖുർആൻ ഷെയ്ത്താൻ എന്നാണ്. മ്യൂസിക്കിനെ കുറിച്ച് പിശാചിൻ്റെ ഖുർആനാണ്. അത് ഒരാളുടെ ഹൃദയത്തിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ഖുർആൻ പിന്നെ അവൻ്റെ ഹൃദയത്തെ സ്വാധീനം ചെലുത്തുക എന്നത് പ്രയാസകരമാണ്. രണ്ടിലൊന്നിനാണ് ഹൃദയത്തിൽ സ്ഥലമുള്ളത്. രണ്ടും വിപരീത ദിശയിലുള്ള കാര്യമാണ്. നമുക്ക് ഖുർആൻ വേണം, മ്യൂസിക് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇബ്നു ഹസ്ം. അദ്ദേഹത്തിന് മ്യൂസിക് അനുവദനീയമാണെന്ന് അഭിപ്രായം. ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. മ്യൂസിക് അനുവദനീയമാണ് എന്ന് വാദിച്ചിരുന്ന ആളാണ്. അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ എഴുതിയാലാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൗബ ചെയ്ത് അതിൽ നിന്ന് മാറാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത്, മ്യൂസിക് ഒഴിവാക്കിയതിനു ശേഷം ഖുർആൻ എന്നിൽ ചെലുത്തിയ സ്വാധീനവും അതിന് മുൻപുള്ള സ്വാധീനവും വലിയ വ്യത്യാസമുണ്ട്. ഇത് ഒരാൾക്കും ഇത് അനുവദനീയമാണ് എന്നതിനു വേണ്ടി തർക്കിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. മ്യൂസിക് ഒരാൾ കേൾക്കുന്നുണ്ടോ, അവന് ഖുർആൻ ചെലുത്തുന്ന സ്വാധീനം കുറവായിരിക്കും. ഒന്നല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ഖുർആൻ കേൾക്കുക എന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.